Good morning, students. Today we will discuss about filters. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് റെക്ടിഫയേഴ്സിനെ കുറിച്ചായിരുന്നു. സോ വാട്ട് ഈസ് റെക്ടിഫയർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു AC-നെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ. പക്ഷേ DC എങ്ങനത്തെ DC ആണ്? ഒരു പൾസേറ്റിംഗ് DC ആയിട്ടാണ് അത് വരുന്നതെന്നും ഞാൻ രണ്ട് ക്ലാസ്സിലും പറഞ്ഞതാണ്. പൾസേറ്റിംഗ് DC ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദിസ് പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ? സോ പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന DC എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. അപ്പം നമ്മുടെ ശരിക്കുള്ള അല്ലെങ്കിൽ ഒരു പ്യുവർ DC ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന DC ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ ഫിൽറ്റേഴ്സിൻ്റെ സോ വാട്ട് ഈസ് പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC ആയിട്ടാണ് കിട്ടുന്നത്. സോ ഹിയർ ദിസ് ഈസ് എ ഔട്ട്പുട്ട് അല്ലേ? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC എന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് പ്യുവർ ഫോം ഓഫ് DC കിട്ടണം അല്ലേ? നമുക്ക് പ്യുവർ ഫോം ഓഫ് DC കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പൾസേറ്റിംഗ് DC കിട്ടാൻ കാരണം എന്താണ്? സം എമൗണ്ട് ഓഫ് AC കമ്പോണൻറ്റ് ഈ DC ഔട്ട്പുട്ടിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ AC കമ്പോണൻറ്റിനെ നമുക്ക് ഒഴിവാക്കണം അല്ലേ? കളയണം. എന്നാലേ നമുക്ക് പ്യുവർ ഫോം ഓഫ് DC കിട്ടുള്ളൂ. സോ ആ AC കമ്പോണൻറ്റിനെ ഒഴിവാക്കിയിട്ട് പ്യുവർ ഫോം ഓഫ് DC കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിൽട്ടർ സർക്യൂട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ഔട്ട്പുട്ട് ഫ്രം ദ റെക്ടിഫയർ വിൽ നോട്ട് ബി പ്യുവർ ഫോം ഓഫ് DC, but it will contain AC component. So an electronic device that is designed to remove this AC component from the output of the rectifier's circuit is called filter circuit. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ട് എന്താണ്? നമുക്ക് റെക്ടിഫയറിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് DCയിൽ AC കമ്പോണൻ്റ് ഉണ്ട്. ആ AC കമ്പോണൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് എന്ത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ത്? ഫിൽട്ടേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിൽട്ടേഴ്സ് എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് റെക്ടിഫയറിൻ്റെ റെക്ടിഫയറിൽ നിന്നും AC കമ്പോണൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സോ നമുക്ക് എവിടെ കൊടുക്കണം? ദിസ് ഈസ് AC. നമ്മളിപ്പം സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ AC കമ്പോണൻ്റാണ്, ഇത് നമ്മുടെ റെക്ടിഫയറാണ്. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? ഫിൽട്ടേഴ്സ് കൊടുക്കേണ്ടത്, സർക്യൂട്ട് കൊടുക്കേണ്ടത്. സോ ദിസ് ഈസ് അവർ AC ഇൻപുട്ട്, rectifier, and this is RL here. This is load resistance RL here. So here നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഫിൽട്ടർ കൊടുക്കുന്നുണ്ട്. സോ ഫിൽട്ടേഴ്സ് ആർ 2 types. അപ്പം നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന 2 types ആണ്. നമ്മളിവിടെ പഠിക്കുന്നത് ആകെ 2 types ആണ്. വൺ ഇസ് കപ്പാസിറ്റർ ഫിൽട്ടർ ആൻഡ് ദ അതർ വൺ ഇസ് ഇൻഡക്ടർ ഫിൽട്ടർ. ഓക്കെ, സോ വാട്ട് ഈസ് കപ്പാസിറ്റർ? ഇപ്പം ഞാനിവിടെ വരച്ചത് കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ സർക്യൂട്ടാണ് അല്ലേ? കപ്പാസിറ്റർ പാരലാക്കി വരച്ചതാണ്. കപ്പാസിറ്റർ ഫിൽറ്റർ ഇസ് ഓൾസോ നോൺ ആസ് ഷണ്ട് ഫിൽറ്റേഴ്സ്. ഷണ്ട് ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കാരണം ഈ കപ്പാസിറ്റർ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നത്. സോ ഫിൽറ്റേഴ്സ് ആർ 2 types. One is capacitor filter and the other one is inductor filter. So here first നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ചാണ്. കപ്പാസിറ്റർ ഫിൽറ്റർ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ കപ്പാസിറ്റർ ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് എ കപ്പാസിറ്റർ ഫിൽറ്റർ? ഇറ്റ് ഈസ് എ ഫിൽറ്റർ circuit that is used to filter
out the AC component. It is used to filter out the AC component from the output of the rectifier using the property of capacitor. Okay. Now, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്ററിൻ്റെ ഫോം ഓക്കെ ദിസ് ഇസ് കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്ററിൻ്റെ കേസിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എ സിനെ അത് കടത്തിവിടും. ഓക്കെ, എ സി കറണ്ടിനെ എന്ത് ചെയ്യും, കപ്പാസിറ്റർ കടത്തിവിടുകയും ചെയ്യും. ഡി സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ കപ്പാസിറ്ററിൻ്റെ കേസിൽ എ സിനെ അത് കടത്തിവിടും, എ സി കറണ്ടിനെ അത് കടത്തിവിടുകയും ചെയ്യും. ഡി സി കമ്പോണൻറ്റിനെ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് ഇൻഡക്ടറാണ്. ഇൻഡക്ടറിൻ്റെ സിമ്പിൾ എന്തായിരുന്നു, ഇതല്ലേ. ഇപ്പം ഇൻഡക്ടറിൻ്റെ സിമ്പിൾ ഇതാണ്. അപ്പം അതിൻ്റെ കേസിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അത് ഡി സിനെ കടത്തിവിടും. ഡി സി കറണ്ടിനെ അത് എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യാതെ അത് കടത്തിവിടും. വൈൽ എ സിനെ അത് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. സോ ഈ രണ്ട് പ്രോപ്പർട്ടി, അതായത് ഇത് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിയും കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടിയും മാറിപ്പോകരുത്. ഇത് മനസ്സിൽ ഉണ്ടാകട്ടെ. ഓക്കെ, ഇതൊരു ഐഡിയ വെക്കുക. എന്നിട്ട് നമുക്ക് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, സോ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. ഹിയർ കപ്പാസിറ്റർ ഫിൽറ്റർ നമ്മൾ പാരലലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്നും എ സിനെ നമ്മൾ ഡി സി ആയിട്ട്, ഒരു പൾസേറ്റിംഗ് ഡി സി ആയിട്ട് നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമുക്ക് ഈ പൾസേറ്റിംഗ് ഡി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് എ സി പ്ലസ് ഡി സി ആണ് അല്ലേ. എ സി കമ്പോണൻറ്റും ഡി സി കമ്പോണൻറ്റും കൂടിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, കപ്പാസിറ്റർ വഴി അതിനെ അലൗ ചെയ്യുമ്പം അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഡി സിനെ ബ്ലോക്ക് ചെയ്യുകയും എ സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അലൗ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഡി സിനെ ബ്ലോക്ക് ചെയ്യുമ്പം ഇവിടെ കപ്പാസിറ്റർ എ സിനെ അലൗ ചെയ്യുന്നുണ്ട്. സോ എ സിനെ അലൗ ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, അത് ഗ്രൗണ്ടിലേക്ക് അതങ്ങ് ബൈപ്പാസ് ചെയ്യും. ഓക്കെ, അത് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യും. അത് അപ്പം നമ്മുടെ എ സി ഡി സിയിൽ ഈ പൾസേറ്റിംഗ് ഡി സിയിലുള്ള എ സി കമ്പോണൻ്റ് ഒരു വിധം അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഗ്രൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ബാക്കിയുള്ളത് എന്താണ് ഉണ്ടാവുക, ഡി സി ആണ് ഉണ്ടാവുക. ആ ഡി സി നമുക്ക് ഡി സി കറണ്ട് നമുക്ക് ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൽ കൂടെ പോയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഒരു നല്ല ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ഒരു ഗുഡ് അത്ര പ്യുവർ ഫോം അല്ലെങ്കിലും നമുക്ക് ഒരു ലെസ് പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡൊക്കെ സെയിം ആയിട്ട് വരയ്ക്കണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ഡി സി കറണ്ട് നമുക്ക് ഇൻക്രീസ് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ നമ്മുടെ കറണ്ട് നമ്മുടെ വേവ് ഇങ്ങനെ വരുന്നത്. സോ ഡ്യൂറിങ് ദിസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇറ്റ് ഈസ് ഇൻക്രീസിങ് അല്ലേ. ദ ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇസ് ഇൻക്രീസിങ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ ഇസ് ഗെറ്റിംഗ് ചാർജ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പീക്ക് വാല്യൂ എത്തുന്നുണ്ട്. ആ പീക്ക് വാല്യൂ നമുക്ക് ഒരു വി എം ആക്കി മാക്സിമം വാല്യൂ, പീക്ക് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് വാല്യൂ ആണ്. അപ്പം
മാക്സിമം വാല്യൂ വരെ എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ട്. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്തതിന് ശേഷം അത് പിന്നീട് അത് മാക്സിമം എത്തുമ്പം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ മാക്സിമം എത്തുമ്പം ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യും. ആൻഡ് അത് പിന്നെ മിനിമത്തിലേക്ക് പോകുമ്പം അതെന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പം നമ്മുടെ ഔട്ട്പുട്ട് ഇതിൽ ഫിൽട്ടർ വെച്ചാലുണ്ടാവുന്ന നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങനെ പോവും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പിന്നെയും നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. പീക്ക് വാല്യൂവിൽ എത്തിയതിന് ശേഷം അത് മിനിമത്തിലേക്ക് പോവും. അങ്ങനെ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് ആൻഡ് അഗെയിൻ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അതുപോലെ തന്നെ സെയിം മെത്തേഡ് ഇവിടെയും. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സോ പുതിയ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അപ്പം എക്സാക്റ്റ് പ്യുവർ ഫോം ഓഫ് ഡി സി അല്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ലെസ് പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നുണ്ട്. ഇസ്ൻ്റ് ഇറ്റ്? നമുക്കിവിടെ ലെസ് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി കിട്ടുന്നുണ്ട്. ഇസ്ൻ്റ് ഇറ്റ്? ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് ലൈനാണ്. സോ ദിസ് ഇസ് അബൌട്ട് കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ റിപ്പിൾ ഫോം, ഓക്കെ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ ഫോർ ദ ഫുൾ വേവ് റെക്ടിഫയർ ഇസ് R is equal to 1/4 into √3 F into RC. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ, ദ റിപ്പിൾ ഫാക്ടർ ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് 1/2√3 into F into RC, where F is the frequency. So this is just നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ പറയുന്നത്. സോ കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇസ് allows the AC to flow through it and DC-നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ റെക്ടിഫയറിൽ നിന്നും ഉള്ള ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC ഔട്ട്പുട്ടാണ്. അതിൽ AC കമ്പോണൻറ്റും ഉണ്ടാവും. അപ്പം നമ്മൾ അത് കപ്പാസിറ്റർ വഴി അതിനെ അലൗ ചെയ്യുമ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, AC-നെ അലൗ ചെയ്തിട്ട് അത് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യും. ആൻഡ് അവിടെ ആകെ ഉണ്ടാവുക എന്താണ്, പിന്നെ ഒരു DC കമ്പോണൻസ് ആണ് ഉണ്ടാവുക. DC കമ്പോണൻ്റ് എന്ത് ചെയ്യും, ലോഡ് റെസിസ്റ്ററിലേക്ക് പിന്നീട് പോകുന്നുണ്ട്, റെസിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. നൗ വിൽ ഡിസ്കസ് അബൌട്ട് ഇൻഡക്ടർ ഫിൽറ്റർ. What is inductor filter? It is a filter circuit that filters out the AC component from the output of the rectifier using the property of inductor. So what is the property of inductor? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DC-നെ അലൗ ചെയ്യുകയും ചെയ്യും, AC-നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി. സോ it works on the principle of an inductor. It offers it passes the DC through the circuit and it blocks the AC. Okay, it blocks the AC through the circuit. And the circuit diagram എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ AC component ആണ്, ഇത് നമ്മുടെ rectifier ആണ്. And here AC ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുമ്പം ഇവിടെ റെക്ടിഫയർ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻഡക്ടർ വഴി ലോഡ് റെസിസ്റ്റൻസിലേക്ക് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഇൻഡക്ടർ. ഇവിടെ നമ്മൾ ഇൻഡക്ടർ എന്താ ചെയ്തത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്, കാരണം DC-നെയാണ്
ഇൻഡക്ടർ അലൗ ചെയ്യുന്നത്. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഡി സിനെ നേരിട്ട് ലോഡ് റെസിസ്റ്റൻസിലേക്ക് നമുക്ക് അലൗ ചെയ്യാം. വേർ എ സിനെയാണ് അത് അവരെന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ വി ആർ കണക്ടിങ് ദിസ് ഇൻ സീരീസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ പൾസേറ്റിംഗ് ഡി സിനെ എന്ത് ചെയ്യുന്നുണ്ട്, പൾസേറ്റിംഗ് ഡി സിയിൽ നമുക്ക് എന്ത് കിട്ടും, എ സി പ്ലസ് ഡി സി കിട്ടും. അതിൽ എ സി കമ്പോണൻറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്ടറിന് വഴി ഫിൽട്ടർ നടക്കുമ്പോൾ അവിടെ ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്, ഡി സി ഔട്ട്പുട്ടിനെയാണ് അലൗ ചെയ്യുന്നത്. സോ ഡി സി ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇതിൽ കൂടെ പാസ് ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസിലേക്ക് പോകും. വേറെ എ സി അവിടെ എന്ത് ചെയ്യും, ബ്ലോക്കായിട്ട് അവിടെ നിൽക്കും. സോ നമുക്ക് ഔട്ട്പുട്ട് എന്തായി കിട്ടും, ഒരു ലെസ് പൾസേറ്റിംഗ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ. ആൻഡ് ഇൻഡക്ടർ സർക്യൂട്ടിലെ റിപ്പിൾ ഫാക്ടർ ഇൻഡക്ടർ സർക്യൂട്ട് ഉപയോഗിച്ച് ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഡി സിനെ ഫിൽട്ടറൈസ് ചെയ്താൽ അവിടെ റിപ്പിൾ ഫാക്ടർ ഫോർ ദ റെക്ടിഫയർ വിത്ത് ദ ഇൻഡക്ടർ ഇസ് RL by 3√2 LW, where RL is the load resistance and L is the inductance and W is the frequency. ഓക്കെ. RL എന്താണ്, ലോഡ് റെസിസ്റ്റൻസ് ആണ്. L ഇൻഡക്റ്റൻസ് ആണ്. കാരണം ഇൻഡക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻഡക്റ്റൻസ് കിട്ടും. ഇൻഡക്ടറിൻ്റെ സിഗ്നൽ ലെറ്റർ ആണ് എന്ത്, ഇൻഡക്റ്റൻസിൻ്റെ ലെറ്റർ ആണ് എന്ത്, L. നമുക്കറിയുന്നതല്ലേ. സോ this is the ripple factor for the rectifier with the inductor filter. ഓക്കെ. അപ്പോൾ ഫിൽറ്റേഴ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു.